നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദു നയനെ ചോദ്യം ചെയ്യുവാണ്. അപ്പൊ നയനുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഡ്രൈവറോട് നന്ദു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആ ബാഗിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഇല്ലെന്ന് പറയണം. ആ സമയം സി ഐ ചോദിച്ചു, അല്ല താൻ രാവിലെ കാറ് കഴിയിട്ടല്ലേ വീട്ടിൽ നിന്ന് എടുത്തേ, ആ സമയത്ത് താൻ ഡിക്കി പരിശോധിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഡിക്കിക്കകത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഡ്രൈവർ പറഞ്ഞു, ഇല്ല ഞാൻ നോക്കിയില്ല. അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. അല്ലെങ്കിലും വീട്ടിൽ നിന്ന് എടുത്ത് വെച്ച സാധനമായിരിക്കും ഇത്. ആ സമയത്ത് ഇയാളത് നോക്കിയതുമില്ല, നോക്കിയാലേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, ചേച്ചി ഇത് എവിടേക്കാ പോയെന്ന് ചോദിച്ചു. ഞാനൊരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു പറഞ്ഞു, പർച്ചേസിങ് ഉണ്ടായിരുന്നു പറഞ്ഞു. തനിച്ചാണോ പോയെന്ന് അപ്പത്തേനും സി ഐ ചോദിക്കണം, വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം അതിനൊന്നും ആലോചിച്ചു, ഒരു പക്ഷെ ആദർശാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദർശാനും പ്രശ്നമാവും. തൽക്കാലത്തേക്ക് അത് പറയണ്ടെന്ന് കരുതിയിട്ട് അതിന് പറഞ്ഞു, ഞാൻ മാത്രമാണ് പോയെന്ന് പറഞ്ഞു, ഞാൻ ഡ്രൈവറോടൊപ്പം പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സി ചോദിച്ചു, ഡ്രൈവർ എന്താ നിന്റെ കാമുകനാണോന്ന് ചോദിച്ചു. നന്ദുവിന് നല്ല ദേഷ്യം വന്നു. അയാളുടെ മൂക്കാൻ പടം നോക്കി ഒറ്റ എണ്ണം കൂടെ കൊടുക്കാൻ തോന്നി. നന്ദു കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ ചേച്ചി മാരീടാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോണ്ട് മാരീടാന്നും പറഞ്ഞോണ്ട് എന്താ പ്രേമിച്ചു കൂടെന്ന് ചോദിച്ചു. സാർ അങ്ങനെയല്ല, ഇതേ നന്ദു കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്തെ ഈ സ്ത്രീകളാണ് സ്വർണം കടത്താണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അറിയാലോ. അപ്പൊ ഇവരും അതിനകത്ത് ഒരു കണ്ണിയൊക്കെ തന്നെയായിരിക്കും. ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ഇങ്ങ് പുറത്തു വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, സാർ എന്റെ ചേച്ചി തന്നെ കുറ്റക്കാരി ഒന്നും അല്ലാന്ന് പറഞ്ഞു. സി ചോദിച്ചു, അതെന്താ നന്ദന് ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. അല്ല ഒരാളെ കണ്ട ഉടനെ അയാൾ കുറ്റക്കാരിയാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ പഠിച്ച കളികളാ. അവരുടെ അത്രയും കഴിവും പ്രാപ്തിയൊന്നും ആർക്കും ഇല്ല. ഇതിനൊക്കെ അതിവിദഗ്ധയായ പെൺകുട്ടികളാ പോകുന്നേ. അതുപോലെ ഒരുത്തിയാൻ തോന്നിയ ഇവളും. ശരിക്കും ഇവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരും. നന്നായിട്ട് അങ്ങോട്ട് ചോദ്യം ചെയ്യുക, ഇവള് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സി ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നായനോട് പറഞ്ഞു, ചേച്ചി പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നന്ദുവിന് നല്ല സങ്കടവും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ സി ഐക്കിട്ടൊന്നും കൊടുക്കാത്തതിന്റെ ദേഷ്യം അത് വേറെ ദാനം. കുറച്ച് കഴിഞ്ഞപ്പം ആദർശ് വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ദാമു എലിസബത്ത് ഇറങ്ങി ചെന്നു. ദാമു ചോദിച്ചു, എന്താ നയനമോൾ എന്തിയെന്ന് ചോദിച്ചു. നയനമോളെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നയന ഇങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ചോദിച്ചു ആദർശ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എലിസബത്ത് പറഞ്ഞു, വന്നില്ല, ഇടയ്ക്ക് ഞാൻ 1-2 വട്ടം വിളിച്ചപ്പോ കിട്ടിയതുമില്ലോ എന്ന് പറഞ്ഞു. ആ സമയം ആദർശ് പറഞ്ഞു, എനിക്ക് ഇടയ്ക്ക് സേവ്യറിനെ കാണാൻ വേണ്ടി ഇറങ്ങണമായിരുന്നു, അപ്പം നയനയും ഡ്രൈവറും കൂടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ വന്നില്ലല്ലോ സാറെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും എന്നോർത്തുകൊണ്ട് വിളിക്കുവാണ്. നയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവള് വീട്ടിലേക്ക് പോയി കാണുമെന്ന് അറിയത്തില്ല. അവളുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതിയിട്ട് കനകയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ നയനെ അങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. ഇല്ല മോനെ, എന്താ കാര്യം? അല്ല ഞാനും അവളും കൂടി ഒന്ന് പുറത്തു പോയായിരുന്നേ, എനിക്ക് ഇടയ്ക്ക് ഒരിടത്ത് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അവളിവിടെ എത്തിയിട്ടില്ല. ചിലപ്പോൾ കല്യാണിന്റെ അടുത്ത് എങ്ങാനും പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ശരിയാ മോനെ, ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കല്യാണിയെ വിളിച്ചു നോക്കുവാണ്. എല്ലാരെയും വിളിച്ചു നോക്കിയിട്ട് അവിടെ ഒന്നും ചെന്നിട്ടുണ്ടായിരുന്നില്ല നായന. ആദർശിന് ഭയങ്കര ടെൻഷനായി. പറയാതെ സാധാരണ ഒരിടത്തും പോകുന്ന ആളല്ല. പിന്നെ പെട്ടെന്ന് ഇത് എന്തു പറ്റി എന്നൊരു ചിന്തയായിരുന്നു ആദർശിന്റെ മനസ്സിൽ. ഈ സമയത്ത് നയനയോട് നന്ദു പറഞ്ഞു, ചേച്ചി ആദർശന് ഉണ്ടായിരുന്നുള്ള കാര്യം ചേച്ചി ഒളിച്ചു വെച്ചിട്ട് എന്താ പ്രയോജനം ചോദിച്ചു. നന്ദു, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനും പ്രശ്നമാണ്. ഇപ്പം ഞാനായതുകൊണ്ട് സ്ത്രീ എന്നൊരു പരിഗണന വെച്ച് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്നുള്ള പരിഗണന വെച്ച് ചിലപ്പോൾ ജാമ്യം കിട്ടിയിരിക്കും. പക്ഷെ ആദർശേട്ടനും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് ജാമ്യം കൊടുക്കില്ല. ശരിക്കും ഇത് ആദർശേട്ടനെ കൊടുക്കാൻ വെച്ച പ്ലാനാ. ആദർശേട്ടൻ ഇടയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആദർശേട്ടൻ ഒഴിവായത്. അപ്പൊ പിന്നെ ആ പാവത്തിനെയും കൂടി ഇതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ എന്തിനാ? ഇത് മനഃപൂർവ്വം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്താന്നുള്ള കാര്യം അറിയാലോ എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി? ഈ സി ഐ ആളൊരു മുരടനാന്നുള്ള കാര്യം അറിയാലോ. അയാൾക്ക് എന്തൊക്കെയോ അറിയാൻ തോന്നേ. അയാൾ എന്താണെങ്കിലും ജാമ്യം തരുമെന്ന് തോന്നില്ല. ഇതിനു മുമ്പ് ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും മോളിൽ നിന്നുള്ള ഓർഡർ വന്നു IG-യുടെ, ഡേവിഡിനെ അറസ്റ്റ് ചെയ്യേണ്ടാന്ന്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്താ സംഭവിക്കുന്ന അറിയാലോ. നയനേച്ചിക്ക് ജാമ്യം കൊടുക്കണ്ടെന്ന് ഉള്ള ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ മോളിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, പേടിക്കണം നന്ദു, എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CI ഇങ്ങോട്ട് വന്നു. CI വന്നിട്ട് ചോദിച്ചു, എന്താ ചോദ്യം ചെയ്യൽ കഴിഞ്ഞെന്ന് ചോദിച്ചു. സാറേ അതിന്
നയനേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെന്ന്? അതെ, ഈ സ്വർണം വന്ന വഴി എവിടെ നിന്നാന്ന് അറിയണ്ടേ? ഫ്ലൈറ്റിനാണോ കപ്പൽ മാർഗമാണോ? അതൊക്കെ ചോദിക്കേണ്ട രീതി ചോദിക്കണമെന്ന് പറഞ്ഞു. സാറേ അതിന് ചേച്ചി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. പ്രഗ്നന്റ് ആണെങ്കിൽ എന്താ? ഇതൊക്കെ അറിയണ്ടേ? ഒരു കാര്യം ചെയ്യ, ചോദിക്കേണ്ട പോലെ കയറ്റി ചോദിക്കുക. നമ്മളെങ്ങനെയാ സാധാരണ ചോദ്യം ചെയ്യുന്നത് അതുപോലെ കയറ്റി എടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ലോക്കപ്പിലേക്ക് കയറ്റാൻ പറഞ്ഞു. നന്ദു പറഞ്ഞു, സാറേ അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഇരുത്തിയാ പോരേന്ന് ചോദിച്ചു. ചേച്ചി അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ചോദ്യം ചെയ്യാനുള്ള, അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് പറഞ്ഞു. അതെ, നിന്റെ കുടുംബക്കാർക്ക് മാത്രം പരിഗണന ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നിന്റെ വീട്ടില്, ഇത് പോലീസ് സ്റ്റേഷനാ, അറിയാലോ. നീതിക്ക് വേണ്ടി മുറവിള കൂട്ടുന്ന ആളായിരുന്നല്ലോ നന്ദന. ഇപ്പൊ എന്തു പറ്റി? സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോ തന്നെ നീതിയൊക്കെ അങ്ങോട്ട് മാറിപ്പോയെന്ന് ചോദിച്ചു. മാര്യായ്ക്ക് പറയുന്ന അനുസരിക്ക് ലോക്കപ്പിനകത്ത് കയറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അവള് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞു. നന്ദന് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും സക്കരയോട് പറഞ്ഞു, അവളെ പിടിച്ച് ലോക്കപ്പിലേക്ക് കയറ്റാൻ പറയാണ്. ഈ സമയം ഡ്രൈവർ നിൽക്കുന്നുണ്ട്. ഡ്രൈവറുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എടാ നിന്നെ വെറുതെ പെട്ടിട്ട് കാര്യമില്ലോ, സത്യം പറ, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, പറഞ്ഞു തീരുമല്ല, അയാളുടെ കണ്ണത്തിൽ 2 പൊട്ടിച്ചു. നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, നീ അകത്ത് കിടക്ക, നീ ലോക്കപ്പിൽ കിടക്കണം. അങ്ങനെ ഇപ്പൊ നീ പുറത്തേക്ക് ഇറങ്ങണ്ട, അല്ല നിനക്ക് മാത്രം പ്രത്യേക പരിഗണന ഒന്നും തരാൻ പറ്റില്ലോ എന്ന് പറഞ്ഞിട്ട് അവനിട്ട് 2 കൊടുത്തു. ഒടുവില് അവനെയും കൂടെ ലോക്കപ്പിലേക്ക് ഇടുന്നുണ്ട്. നന്ദുവിന് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ചേച്ചിക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു. നന്ദു നയനെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ തൊപ്പി ഊരി വെച്ചിട്ട് ആ സിയയുടെ കർണത്തിൽ 2 പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. നയന പറഞ്ഞു, വേണ്ട മോളെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ഭയമില്ലെന്ന് പറഞ്ഞു. ആ സിഐ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, അയാൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പേടിയില്ല. ഇത് മനഃപൂർവ്വം നമ്മളെ കൊടുക്കാനാന്നുള്ള കാര്യം അറിയാലോ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? തെറ്റിയാത്രത്തോളം കാലം ആരെ പേടിക്കണ്ട, ആരുടെ മുന്നിൽ നട്ടലിന്റെ വളയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത്രയും നാളും ആരുടെ മുന്നിൽ നട്ടല് വളച്ചിട്ടില്ല, ഇനി ഒട്ട് വളയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് നയന പറഞ്ഞു. നയനയ്ക്ക് ഭയങ്കര ആത്മധൈര്യമായിരുന്നു. ഈ സമയത്ത് നന്ദു ഇങ്ങനെ പോയിരുന്ന് ആലോചിക്കണം. നന്ദുവിന് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പാവം ചേച്ചി ഗർഭിണിയും കൂടെയാണ്. ആ സമയത്ത് ചേച്ചിയെ തനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു. എങ്ങനെയെങ്കിലും ചേച്ചിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ നന്ദു മനസ്സ് വിചാരിച്ചു. പിന്നീട് നന്ദു ഫോൺ എടുത്ത് വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ അങ്ങോട്ട് വന്നു. നവീൻ വന്നു കഴിഞ്ഞപ്പം SI അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സക്രിയ ചോദിച്ചു, സാറ് വന്നോന്ന് ചോദിച്ചു, വക്കീൽ സാറ്. അല്ല എന്തിനാ നന്ദു എന്നെ വിളിപ്പിച്ച? പെട്ടെന്ന് വരാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാര്യമൊന്നും അറിയത്തില്ലാതെയാണ് സാറ് വന്നേ? അതെ, ആ നന്ദുമാടത്തിന്റെ ചേച്ചി ഉണ്ടല്ലോ നയന, അവരെ സിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തെന്നോ? അതെന്നെ, കള്ളക്കടത്ത് സ്വർണം. അതെ, അവര് സഞ്ചരിച്ചിരുന്ന കാറിനകത്തുനിന്ന് സ്വർണം പിടികൂടി. അത് കള്ളക്കടത്ത് സ്വർണ്ണമെന്നും പറഞ്ഞുകൊണ്ട് CI അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. മാത്രമല്ല ആ നന്ദന മാഡത്തിനെ കൊണ്ട് ചോദ്യം ചെയ്യിച്ചെന്ന് പറഞ്ഞു അവരുടെ ചേച്ചിയെ. നവീൻ പറഞ്ഞു, അതിന് നയനി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവളല്ലോ, അങ്ങനെ നയനിക്ക് ചെയ്യാനും പറ്റില്ലോ എന്ന് പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, ഞാനൊന്ന് അവരെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് സക്കറിയ സഹപ്രവർത്തനോട് പറഞ്ഞു, ഇനിയിപ്പോ SIയും CIയും വക്കീലും എല്ലാരും കൂടെ ചേർന്നിട്ട് തമ്മിൽ തല്ലട്ടെ, നമുക്ക് ആ കളിയെ കണ്ടിട്ട് ഇങ്ങനെ മാറുന്ന ആസ്വദിക്കാം, നമുക്ക് വലിയ റോളൊന്നുമില്ല. എത്ര നാളായിടും ഒരു നരിച്ചിരി കരിമീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ നല്ല നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് ഈ SI ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം അതൊന്നും ഉണ്ടായിട്ടില്ല, കാരണം കൈമടക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അതായിരുന്നു ASIയുടെ സങ്കടം. ഈ സമയത്ത് നന്ദുവിൻ്റെ അടുത്തേക്ക് നവീൻ ചെന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നന്ദു പറഞ്ഞു, ചേച്ചി ഷോപ്പിങ്ങിന് പോയിട്ട് തിരികെ വരുമായിരുന്നു, വഴിക്ക് വെച്ച് ആദർശേട്ടന് ആരെയോ കാണാനായിട്ട് ഇറങ്ങി. ആ സമയത്താണ് നയനേച്ചിയെ പിടികൂടിയെന്ന് പറഞ്ഞു. ശരിക്കും ഇത് ആദർശേട്ടന് വെച്ച കെണിയാൻ തോന്നേ. നവീൻ പറഞ്ഞു, അതേന്നാ എനിക്കും തോന്നേ, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലോ, 2 പേരെയും കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും. അല്ല ആ CA അല്ലേ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അതെ, അയാളെ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, പക്ഷെ അയാൾക്ക് ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളവരെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അയാൾ ചിലപ്പോൾ പൈസ മേടിച്ചു കാണുമായിരിക്കും, പൈസ മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നേ. അതെനിക്ക് തോന്നുന്നുണ്ട് നവീനേട്ടാ, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, എന്റെ ചേച്ചി എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. നന്ദു വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ എന്താണല്ലോ ആ CA ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് CA കാണാനായിട്ട് നവീൻ ചെന്ന് CAയുടെ കാര്യങ്ങൾ തിരക്കിയപ്പോഴത്തേനും CA പറഞ്ഞു, അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, കള്ളക്കടത്ത് സ്വർണം വന്ന എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, സാറിനും അറിയാം, എനിക്കും അറിയാം നയന കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്,
പിന്നെ എന്തിനാ ആ പാവത്തിനെ പിടിച്ച് വെറുതെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നേ? പോരാത്തനും ഗർഭിണിയും കൂടെ അല്ലേന്ന് ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയത്തില്ല, ഗർഭിണിയാണോ അല്ലയോ എന്നൊന്നും. ഞാനതൊന്നും നോക്കാൻ പോയിട്ടൊന്നുമില്ല. പക്ഷെ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ടൊരു പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി സത്യങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യൂന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നല്ല ദേഷ്യം വന്നു നവീന്. നവീൻ പറഞ്ഞു, സാറേ അവര് ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞു. ജാമ്യത്തിലൊന്നും വിടാൻ പറ്റത്തൊന്നുമില്ല. നാളെ കോടതി ഹാജരാക്കും. കോടതി ഹാജരാക്കുന്ന സമയത്ത് അവിടെ വെച്ച് വേണമെങ്കിൽ ബാധിച്ച് ജയിച്ച് അവളെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോയിക്കോ, അല്ലാതെ ഇവിടുന്ന് ജാമ്യമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. നവീന് മനസ്സിലായി ഇയാളുടെ താപ്പാനയാന്നുള്ള കാര്യം. നവീൻ പറഞ്ഞു, അപ്പൊ സാറ് നല്ല രീതി കൈക്കൂലി മേടിച്ചിട്ടുണ്ടല്ലേന്ന് ചോദിച്ചു. എടോ താനെന്താടോ വക്കീലാന്ന് കരുതി എന്ത് തോന്നിയ ദിവസം പറയാന്നാണോ? എന്റെ സാറേ, സാറിന്റെ പേര് സത്യനാഥൻ എന്നാ. പേരൊക്കെ കൊള്ളാം, പക്ഷെ അത് സാറിന് ചേരുന്നില്ലോന്ന് പറഞ്ഞു. എങ്കിൽ ശരി, കാണാം, നാളെ കോടതിയിൽ വെച്ച് നമുക്ക് കാണാന്ന് പറഞ്ഞു. ശരി പറഞ്ഞു, ശരി ആയിക്കോട്ടെ, കോടതി വന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനും പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ നവീന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വേണം ആദർശ് വരുന്നേ. ആദർശ് വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്? എന്നാ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ചോദിച്ചു. ജാമ്യം എടുക്കാൻ പറ്റിയില്ല ആദർശേട്ടാ, ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? പേടിക്കൊന്നും വേണ്ട, ഇന്നൊരു രാത്രിയിൽ ഇവിടെ കഴിയട്ടെ, നാളെ കോടതി വെച്ച് ജാമ്യം എടുക്കാന്ന് പറഞ്ഞു. ഇന്നൊരു രാത്രിയോ? പേടിക്കേണ്ട, നന്ദു ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? നന്ദു ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ എനിക്കൊരു കുഴപ്പം സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്ട് വന്നേ, ഞാനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അതൊരിക്കലും പറയരുത്. ഫോണിൽ കൂടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നല്ലോ. ആദർശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല. ശരിക്കും ഇത് ആദർശനെ കൂടെ കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പണിയാ. ആദർശനെ ഇടയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രം ആദർശനെ അവർക്ക് കൊടുക്കാൻ പറ്റാത്തേ. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ വലയിൽ പോയി വീണ് കൊടുക്കരുത്. ഇന്ന് ഒരു രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അവര് പല കെണികളും വെച്ച് നോക്കി ആദർശനെ കൊടുക്കാനായിട്ട്. ആ ദുബായിൽ ജയിലിൽ കിടത്താൻ നോക്കിയില്ലേ, നടന്നില്ലല്ലോ. അന്ന് മൂർത്തി സാറ് രക്ഷപ്പെടുത്തി. ഇന്നും അതുപോലെ തന്നെ ഒരു കെണി വെച്ച് നോക്കിയതാ, പക്ഷെ ആദർശേട്ടന് ഇന്നും രക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ ദേഷ്യം വൈരാഗ്യമൊക്കെ അവർക്ക് കാണും. ആ സമയത്ത് ആദർശേട്ടൻ വന്നിട്ട് തല വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നൊറ്റ ദിവസം കഴിഞ്ഞോട്ടെ എന്നൊക്കെ ആദർശനോട് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.